ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് ഞാൻ ആരാണെന്നും എന്താണെന്നൊന്നും അറിയില്ലല്ലോ, അപ്പം ഞാൻ ഓർത്ത് എന്നെ ഒന്ന് പരിചയപ്പെടുത്താണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ വീഡിയോയാണ്. എൻ്റെ പേര് അമൃത. ഞാനൊരു കോട്ടയംകാരിയാണ്. എൻ്റെ വീട് ചിങ്ങവനത്താണ്. എന്നെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വലിയ കാര്യങ്ങളൊന്നുമില്ല, എന്നാലും ഞാൻ പറയാം. ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചത് ശ്രീനാരായണ പബ്ലിക് സ്കൂൾ ചാന്നാനിക്കാടാണ്. അത് കണിയാമലയിലാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് സ്കൂള്. പിന്നെ +1 +2 ഞാൻ പഠിച്ചത് അദ്വൈതാശ്രമം സ്കൂള്, അത് കുറിച്ചി, അതും ഇവിടെ അടുത്ത് തന്നെയാണ് ഞാൻ പഠിച്ചത്. ഇത് രണ്ടും കഴിഞ്ഞ് ഞാൻ നേരെ പോയത് കല്യാണം കഴിക്കാനായിട്ടാണ്. കാരണം ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലാവുന്നത്. അങ്ങനെ +2 കഴിഞ്ഞിട്ട് നേരെ കല്യാണം കഴിച്ച് ഇവിടെ വന്ന് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ എറണാകുളത്ത് GD എന്ന് പറഞ്ഞ കോഴ്സ് ചെയ്യാനായിട്ട് പോയത്. അവിടെ ബ്ലൂ വിങ്സ് എന്ന് പറഞ്ഞൊരു അക്കാഡമിയിലാണ് പഠിച്ചത്. പാലാരിവട്ടത്തായിരുന്നു. ട്രെയിനിങ് ഞങ്ങൾക്ക് വന്നതെന്ന് പറഞ്ഞാൽ സൺറൈസ് ഹോസ്പിറ്റലിലായിരുന്നു, അത് കാക്കനാടായിരുന്നു. അങ്ങനെ ട്രെയിനിങ്ങിനൊക്കെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് ഹോസ്റ്റലിൽ വെച്ച് ഞാനൊന്ന് വീണായിരുന്നു. അങ്ങനെ എൻ്റെ കാലൊന്ന് ചെറുതായിട്ട് ഫ്രാക്ചറായി. അന്നേരം ഞാൻ പെട്ടിയും കിടക്കയും എടുത്ത് കോട്ടയത്തോട്ട് പോന്നു. പിന്നെ അങ്ങോട്ട് പോയേ ഇല്ല. അങ്ങനെ ആ കോഴ്സ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനും പറ്റിയില്ല. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഞാൻ അവോധ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഓൺലൈനായിട്ട് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തായിരുന്നു. അതിൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടി. പക്ഷേ ട്രെയിനിങ്ങിന് നമ്മൾ തന്നെ എവിടെയെങ്കിലും കയറണമായിരുന്നു. ഇവിടെയൊക്കെ തിരക്കിയായിരുന്നു. അപ്പോൾ എനിക്ക് നിലവിൽ കുഞ്ഞിനെ നഴ്സറിയിലൊന്നും ആക്കാതെ എനിക്ക് പോകാനൊക്കാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് ട്രെയിനിങ്ങിന് കയറിയിട്ടില്ല. ഇവിടെ ഒന്ന് നഴ്സറിയിലൊക്കെ വിട്ടിട്ട് വേണം എനിക്ക് എവിടെയെങ്കിലും ഒന്ന് ട്രെയിനിങ്ങിന് കയറാനായിട്ട്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ബിബീഷ് എന്നാണ്. ഹസ്ബൻഡ് ആദ്യം തമിഴ്നാട്ടിലായിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് പിന്നെ കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ട് ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് നമ്മുടെ ചിങ്ങവനത്ത് തന്നെ കേളേന്ദ്ര എന്ന് പറഞ്ഞൊരു പൈപ്പിൻ്റെ കമ്പനിയുണ്ട്. അവിടെയാണ് ഇപ്പം ജോലി ചെയ്യുന്നത്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായി. ഈ ജനുവരി 30 ആകുമ്പോഴത്തേക്ക് 5 വർഷമാവും. മെയ് 14 2023 ഞങ്ങളുടെ ലൈഫിലേക്ക് ഒരാൾ കൂടി കടന്നു വരുന്നത്. അവൾ ഞങ്ങളുടെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഞാനും അവളുമാണെങ്കിൽ എപ്പോഴും അടിയാണ്. പക്ഷേ അവളെ കാണാതെ ഒരു ഇച്ചിരി നേരം പോലും ഇരിക്കാൻ പറ്റത്തില്ല ഇപ്പം. ഞങ്ങൾ രണ്ടുപേരുടെയും പേരിൻ്റെ ആദ്യത്തെ ലെറ്റേഴ്സ് വെച്ചിട്ടാണ് അഭിരാമി എന്നുള്ള പേര് കുഞ്ഞിന് ഒഫീഷ്യലായിട്ട് ഇട്ടത്. പൊന്നൂട്ടൻ എന്നാണ് ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്നത് അവളെ. അവളുടെ പേരിൽ തന്നെയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. ഇവിടെയെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും അമ്മമ്മയും ചേട്ടനും ചേച്ചിയും എല്ലാവരും കൂടി ഒരു കുഞ്ഞ് ഫാമിലിയാണ്. ഇവിടെ അമ്മമ്മയുടെ പേര് തങ്കമ്മ, അച്ഛൻ്റെ പേര് ബാബു എന്നാണ്. അച്ഛനൊരു എക്സ് മിലിറ്ററി ഓഫീസറാണ്. അമ്മയുടെ പേര് പ്രീതി, ചേച്ചിയുടെ പേര് പ്രിയ, ചേട്ടൻ്റെ പേര് പ്രവീൺ. ചേട്ടൻ ഈ ഇൻ്റർലോക്കിൻ്റെയൊക്കെ വർക്കാണ്. എൻ്റെ സ്വന്തം വീടും ചിങ്ങവനത്ത് തന്നെയാണ്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഞങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നെന്ന്. അതുകൊണ്ട് വീടും അടുത്തടുത്ത് തന്നെയാണ്. അവിടെ എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും അനിയനുമാണുള്ളത്. അച്ഛൻ്റെ പേര് ബൈജു എന്നാണ്. അച്ഛൻ ഒരു ഓട്ടോ ഡ്രൈവറാണ്. അച്ഛൻ ചിങ്ങവനത്ത് തന്നെ കിടന്നാണ് ഓട്ടോ ഓടുന്നത്. അമ്മയുടെ പേര് രഞ്ജിനി. പറഞ്ഞാൽ മിൽമയിൽ ടെമ്പററി സ്റ്റാഫായിട്ട് ജോലി ചെയ്യുവാണ്. അനിയൻ ഇവിടെ അടുത്തൊരു സ്കൂളിൽ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവൻ്റെ പേര് അർജുൻ എന്നാണ്. ഞാനും അവനും തമ്മിൽ 12 വയസ്സിന് ഡിഫറൻസ് ഉണ്ട്. ഞാൻ പ്രാർത്ഥിച്ചുണ്ടായതാണ് അവൻ. 2025 മെയ്യിലാണ് ഞാൻ യൂട്യൂബിൽ ആദ്യമായിട്ടൊരു ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നത്. അത് ഇൻട്രൊഡ്യൂസിങ് അവർ ലിറ്റിൽ പ്രിൻസസ് എന്ന് പറഞ്ഞാണ് ക്യാപ്ഷനും കൊടുത്തത്. അന്ന് ഞാൻ ചാനൽ തുടങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ കൂട്ടുകാരെ കൊണ്ടൊക്കെ കുറച്ച് പേരെ കൊണ്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യിച്ചിരുന്നു. അന്നെങ്ങാണ്ട് 30 പേര് എല്ലാവരെയും കൊണ്ട്, ഫാമിലി മെമ്പേഴ്സും കൂട്ടുകാരും എല്ലാവരും കൂടി സബ്സ്ക്രൈബ് ചെയ്തപ്പോഴത്തേക്ക് ഏകദേശം 30 പേരോളം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് നാളത്തേക്ക് ഭയങ്കര മടിയായിരുന്നു. ഞാൻ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ലായിരുന്നു. പിന്നെ ഈ നവംബർ 4 തൊട്ട് പിന്നെയും ഞാൻ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് തുടങ്ങി. ഷോർട്സാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്ത് ഇടുന്നത്. ലോങ് വീഡിയോ ഇടാനുള്ള കണ്ടൻറ്റൊന്നും എനിക്ക് കിട്ടാറില്ല. അതുകൊണ്ടാണ് ലോങ് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യുക. ഷോർട്സ് പക്ഷേ ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നുണ്ട്. അത് ഏകദേശം 1000 അത്രയൊക്കെ വ്യൂവേഴ്സ് എനിക്ക് കിട്ടുന്നുണ്ട്. എനിക്കത് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് എനിക്ക് 50 സബ്സ്ക്രൈബേഴ്സ് ആയത്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതിന് എനിക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഒരുപാട് നന്ദിയുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്തതിന്. എനിക്കറിയാം 50 എന്ന് പറയുന്നത് ഒട്ടും ഒരു വലിയ സംഖ്യ അല്ലെന്നറിയാം. പക്ഷേ എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര ഒരു വലിയ സപ്പോർട്ടാണ് എനിക്ക് തരുന്നത്. എല്ലാവർക്കും അതിന് ഞാൻ നന്ദി പറയുന്നു. എല്ലാ വീഡിയോയ്ക്കും 1000 ഒന്നും
സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്നില്ല. എന്നാലും വീഡിയോസ് ഇട്ട് ഉടനെ ഞാനിങ്ങനെ തെരുതെരെ ചെന്ന് നോക്കും എത്ര പേര് കണ്ടു. അതൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിൽ ഭയങ്കര സന്തോഷമാണ്. ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആയതിന് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാകത്തില്ല. കാരണം എന്നെ സപ്പോർട്ട് ചെയ്തല്ലോ. ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല. താങ്ക് യു. ഞാൻ ഈ ഇരുന്ന വീഡിയോയിൽ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ലോങ് വീഡിയോ ഒറ്റയ്ക്ക് ഷൂട്ട് ചെയ്തെടുക്കുന്നതൊക്കെ. എനിക്കറിയത്തില്ല എന്തെങ്കിലും തെറ്റുണ്ടോ എന്നൊക്കെ. എന്തെങ്കിലും തെറ്റും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങളെനിക്ക് പറഞ്ഞു തരിക. പിന്നെ എന്നെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ ഇനിയും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഇനിയും എന്നെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാനും മറക്കരുത്. ഇപ്പം തരുന്ന സപ്പോർട്ട് തന്നെ നിങ്ങൾ എനിക്ക് ഇനിയും തരണം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെയും വരാം. ടാറ്റാ.